ഹലോ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ആണ്. നമ്മൾ ഈ വീഡിയോയിലും അടുത്ത 1-2 വീഡിയോയിലും ഈ ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇത് അറേസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്ന പോർഷനാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ്. ഈ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫങ്ഷൻസിൻ്റെ കുറച്ച് സാമ്പിൾസ് നമ്മൾ കണ്ടായിരുന്നു. എന്താണ് ഫങ്ഷൻസ് എന്ന് നിങ്ങൾക്കറിയാം. ഫങ്ഷൻസ് തന്നെ നമ്മൾ കുറേ പഠിച്ചു. അതിൽ ഈ സെക്കൻഡ് മോഡ്യൂളിൽ തന്നെ നമ്മൾ ഈ കുറച്ച് ഫങ്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ലോവർ എന്നൊക്കെ പറഞ്ഞ ഫങ്ഷൻസിനെ പറ്റി പഠിച്ചു. ഇതെല്ലാം ഓരോ ക്യാരക്ടർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലയോ, ഡിജിറ്റ് ആണോ അല്ലയോ, ആ ക്യാരക്ടർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ലെറ്റർ ആണോ അപ്പർ കേസ് ലെറ്റർ ആണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ച് ഫങ്ഷൻസ് പഠിച്ചു. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനും പവർ ഓഫ് കണ്ടെത്താനും പിന്നെ സൈൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താനുമുള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എല്ലാം പഠിച്ചു. അപ്പോൾ അതുപോലത്തെ ഫങ്ഷൻസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് സ്ട്രിംഗ് ഡാറ്റയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സ്ട്രിംഗ് അറേ. നമ്മൾ സ്ട്രിംഗ് സാധാരണ സ്റ്റോർ ചെയ്യുന്ന C++ലെ 2 മെത്തേഡിലൂടെയാണ്. ഒന്ന് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ഉപയോഗിച്ചും പിന്നെ ഈ ക്യാരക്ടർ അറേ ഉപയോഗിച്ചും. അതിൽ ക്യാരക്ടർ അറേ ഉപയോഗിച്ച് സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് സ്ട്രിംഗ് അറേയിലാണ് വരുന്നത്. അതായത് ക്യാരക്ടർ അറേയിലാണ് നമ്മൾ ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻസാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ വേറെയും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ഈ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസിൽ വരുന്ന കുറച്ച് ഫങ്ഷൻസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫങ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുവെങ്കിൽ സ്ട്രിംഗ് എന്ന ഹെഡർ ഫയൽ നമ്മൾ ആദ്യമേ മെൻഷൻ ചെയ്യണം. IOStream എന്ന് പറഞ്ഞ് #include IOStream നമ്മൾ കൊടുക്കുന്നത് പോലെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റായിട്ട് #include എന്ന് പറഞ്ഞ് സ്ട്രിംഗ് എന്നൊരു ഹെഡർ ഫയലും കൂടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഈ കൊടുത്തിരുന്ന ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഈ ഫങ്ഷൻസ് റെക്കഗ്നൈസ് ചെയ്യുകയുള്ളൂ. ഈ സ്ട്രിംഗ് എന്ന ഹെഡർ ഫയലിൽ ഇത് കൂടാതെ ഇനിയും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കുറച്ച് ഫങ്ഷൻസേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കൊടുത്തിരുന്ന ഫങ്ഷൻസിനെയാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഉപയോഗിക്കുന്നത് സ്ട്രിങ്സിലാണ്, അതായത് ക്യാരക്ടർ അറേയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ശ്രദ്ധിക്കുക, ഇത് ക്യാരക്ടർ അറേ സ്ട്രിങ്ങിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റീജേഴ്സിലോ അല്ലെങ്കിൽ ഇൻറ്റീജർ നമ്പേഴ്സിലോ അല്ലെങ്കിൽ ഇൻറ്റീജർ വേരിയബിളിലോ ഇൻറ്റീജർ അറേസിലോ അല്ലെങ്കിൽ ഫ്ലോട്ടഡ് ഡാറ്റ ടൈപ്പിലുള്ള അറേസിലോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ക്യാരക്ടർ അറേസിൽ മാത്രമേ ഈ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫങ്ഷൻസും ഓരോ ഓരോ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന STR എന്ന് പറഞ്ഞ ലെറ്റേഴ്സിലാണ്. STR ഉദ്ദേശിക്കുന്ന സ്ട്രിംഗ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് STR. അപ്പം എല്ലാ ഫങ്ഷൻസിൻ്റെ ആദ്യത്തെ 3 ലെറ്റർ എന്ന് പറയുന്നത് STR ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്, എന്ത് പർപ്പസ് ആണോ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിരിക്കും അടുത്ത 3 ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തം 6 ലെറ്റേഴ്സുള്ള വേർഡാണ് ഈ ഫങ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യത്തത് strcat എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ CAT എന്ന് പറഞ്ഞാൽ കൺകാറ്റിനേറ്റ് എന്ന വാക്കിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ CAT എന്നുള്ളത്. കൺകാറ്റിനേറ്റ്. ഈ കൺകാറ്റിനേറ്റ് എന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു പുട്ട് തിങ്സ് ടുഗദർ ആസ് എ കണക്റ്റഡ് സീരീസ്. അതായത് തമ്മിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അടുക്കടുക്കായിട്ട് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്നാണ് ഈ കൺകാറ്റിനേറ്റ് എന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ പർപ്പസ് എന്തെന്ന് പറയുന്നത് 2 ക്യാരക്ടർ അറേസിനെ ജോയിൻ ചെയ്യുക, മർജ് ചെയ്യുക, അതിനെയാണ് കൺകാറ്റിനേറ്റ് എന്ന് പറയുന്നത്. അതായത് 2 സ്ട്രിങ്ങിനെ, ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിനെയാണ്. അപ്പോൾ അങ്ങനെ 2 സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ കൺകാറ്റിനേറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സാമ്പിൾ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് ഈ വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്യാം. അടുത്ത ഒരു സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് strcmp എന്ന ഫംഗ്ഷനാണ്. ഈ CMP എന്ന് പറഞ്ഞാൽ കമ്പയർ എന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ് CMP എന്നുള്ളത്. ഈ കമ്പയർ എന്ന ഫംഗ്ഷൻ ഈ strcmp എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് 2 സ്ട്രിങ് തമ്മിൽ കമ്പയർ ചെയ്യാനാണ്. അതായത് 2 ക്യാരക്ടർ അറേ തമ്മിലുള്ള ആ ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് അത് തമ്മിൽ കമ്പയർ ചെയ്യാനാണ്. 2 ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിനെയാണ് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. 2 ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിനെ തമ്മിൽ കമ്പയർ ചെയ്യുക, രണ്ടും സെയിം ആണോ അല്ല ഡിഫറെൻറ്റ് സ്ട്രിങ്സ് ആണോ, ഡിഫറെൻറ്റ് വേർഡ്സ് ആണോ അതിൽ സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ strcmp എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പം CMP എന്ന് പറഞ്ഞാൽ കമ്പയറിൻ്റെ ഷോർട്ട് ഫോമാണ്.
അടുത്ത എന്ന് പറഞ്ഞാൽ strcpy എന്നാണ്. ഈ cpy എന്ന് പറഞ്ഞാൽ കോപ്പി എന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ് cpy. ഇതെന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിനെ മറ്റൊരു ക്യാരക്ടർ അറേയിലോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. കോപ്പീസ് വൺ സ്ട്രിങ് ഓവർ അനദർ. ചിലപ്പം നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ക്യാരക്ടർ അറേയിൽ വേറെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യുകയായിരിക്കും. പക്ഷേ അതിനെ റീപ്ലേസ് ചെയ്ത് വേറെ എന്തെങ്കിലും സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുക. അങ്ങനെ കോപ്പി ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷനാണ് strcpy എന്നുള്ളത്. പിന്നെ strlen, ലെങ്ത് എന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ് len എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ, അതായത് ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണെന്ന്, അതായത് എത്ര ക്യാരക്ടേഴ്സാണ് ആ സ്ട്രിങ്ങിനുള്ളത്, അതിൻ്റെ ലെങ്ത് എത്രയാണ്. ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ക്യാരക്ടേഴ്സ് എന്നാണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ കൗണ്ട്, എത്ര ക്യാരക്ടേഴ്സ് അത് സ്റ്റോർ ചെയ്യിക്കുന്നു. അപ്പോൾ അതിന് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടെത്താനുള്ള ഫംഗ്ഷനാണ് strlen എന്ന് പറയുന്നത്. അടുത്ത രണ്ടെണ്ണം എന്ന് പറയുന്നത് strupr-ഉം strlwr-ഉമാണ്. upr എന്ന് പറഞ്ഞാൽ അപ്പർ എന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ്. lwr എന്ന് പറഞ്ഞാൽ ലോവർ എന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ്. ഈ strupr എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിനെ അപ്പർ കേസ് ലെറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ മേ ബി എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ വേർഡ് മാത്രം ക്യാപിറ്റൽസ്, ബാക്കി എല്ലാം സ്മോൾ ലെറ്റേഴ്സിലേക്ക് ആയിരിക്കും നമുക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിനെ കൺവേർട്ട് ചെയ്ത് ഫുള്ള് സ്ട്രിങ്ങിനെ മൊത്തം അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് strupr എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതേസമയം strlwr എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സിനെ ലോവർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് സ്ട്രിങ് ടു ലോവർ കേസ്, സ്ട്രിങ്ങിനെ അതായത് ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ ഫുള്ള് ലോവർ ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് strlwr എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാമ്പിൾ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് ഏറ്റവും ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്ന strcat, അതായത് കൺകാഗ്നേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിൻ്റെ വർക്കിംഗ് എന്താണെന്നും അതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാമും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് സാധാരണ എക്സാമിന് എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബേസിക് എക്സ്പ്ലനേഷൻ എന്താണെന്ന് എഴുതി ഈ 5-6 ഫംഗ്ഷൻസ്, സാമ്പിൾ ഫംഗ്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ അതിൻ്റെ പർപ്പസ് എന്താണെന്നും അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കുക. എന്ത് ആക്ഷനാണ് ഓരോ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത് എന്നും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക എന്ന് മാത്രമേ അതിൻ്റെ ജോലിയായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം strcat എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് കൺകാഗ്നേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ strcat എന്ന് പറയുന്ന ഫംഗ്ഷൻ സാധാരണ എൻ്റെ സിൻറ്റാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. strcat എന്ന ഫംഗ്ഷൻ്റെ ആ വേർഡ് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 അറേയുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്യും. അറേയുടെ പേര് മെൻഷൻ ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെ ഈ സ്ക്വയർ ബ്രാക്കറ്റ്സും അതിൻ്റെ അകത്തുള്ള സൈസും ഒന്നും മെൻഷൻ ചെയ്യത്തില്ല. ജസ്റ്റ് അറേയുടെ പേര് മാത്രമേ നമ്മൾ എഴുതത്തുള്ളൂ. ആദ്യത്തെ അറേ കോമ രണ്ടാമത്തെ ഒരു അറേ പേര്. അപ്പോൾ അങ്ങനെ അറേയുടെ നെയിം ആയിരിക്കും നമ്മളിവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യുന്ന അറേ, രണ്ടാമത് മെൻഷൻ ചെയ്യുന്ന അറേ, ഈ രണ്ടാമത് മെൻഷൻ ചെയ്യുന്ന അറേയുടെ എലമെൻറ്റ്സ് എല്ലാം ആദ്യത്തെ അറേയുടെ അവസാനമായിട്ട് അങ്ങ് ജോയിൻ ചെയ്യും. അതായത് ആദ്യത്തെ അറേ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് ആയിട്ട് രണ്ടാമത്തെ അറേയിലുള്ള എലമെൻറ്റ്സിനെ അങ്ങ് ജോയിൻ ചെയ്ത് മൂന്നാമതൊരു അറേ ക്രിയേറ്റ് ചെയ്യത്തില്ല. ആദ്യത്തെ അറേ തന്നെയാണ് മോഡിഫൈ ചെയ്ത് വയ്ക്കുന്നത്. അതായത് ഈ അറേ 1 അറേ 2 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. strcat എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് അറേ 1, അറേ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറേ 1ൻ്റെ അവസാനത്തെ എലമെൻറ്റ്സ് ആയിട്ട്, ഇപ്പോൾ അറേ 1ൽ ഒരു സ്ട്രിങ് കാണും. ആ സ്ട്രിങ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ട്രിങ് ആയിട്ട് അറേ 2ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനെ അങ്ങ് കോപ്പി ചെയ്യും. എന്നിട്ട് കോപ്പി ചെയ്ത് അതിനെ അറേ 1 ആയിട്ട് തന്നെ അങ്ങ് സ്റ്റോർ ചെയ്യും. അതേസമയം അറേ 2ൽ മാറ്റമൊന്നും വരുത്തത്തില്ല. ഇതിപ്പോൾ സാമ്പിളായിട്ടാണ് നോക്കുക. ഇവിടെ വേർഡ് 1 എന്നും വേർഡ് 2 എന്നും 2 അറേസ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെ സൈസ് 20 തന്നെയാണ്. വേർഡ് 1ൽ ബോട്ടൺ ഹിൽ എന്ന് പറയുന്ന സ്പേസ്, ഇങ്ങനൊരു സ്ട്രിങ് ആണ് ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത്. ആ അറേയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 20 സൈസ് ഉണ്ട്. അതായത് 0 to 19 ആണ് ഇൻഡെക്സ് നമ്പേഴ്സ് വരുന്നത്. അതായത് 0 to 19 എന്ന് പറയുമ്പോൾ 20 ക്യാരക്ടേഴ്സ് ഈ വേർഡ് 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യാം. അത് ഞാൻ ബോട്ടൺ ഹിൽ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ആക്ച്വലി ബോട്ടൺ ഹില്ലും പിന്നെ ഒരു സ്പേസും അതും കൂടെ ചേർത്തിട്ടുള്ളൊരു സ്ട്രിങ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഞാൻ നമ്മുടെ പഠിച്ചപ്പോഴേ പറഞ്ഞു, ഈ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നൾ ക്യാരക്ടർ ആയിരിക്കും. അത് നമ്മൾ കൊടുത്തില്ല എങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അവസാനത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു നൾ ക്യാരക്ടർ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മളതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോട്ടൺ ഹിൽ എന്ന് എഴുതി ഒരു സ്പേസും കൂടെ ഉണ്ട്. എന്നിട്ട് അവസാനത്തെ ഒരു ക്യാരക്ടറായിട്ട് ഒരു \0, അതായത് ഒരു നൾ ക്യാരക്ടറും കൂടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയാണ് ഈ വേർഡ് 1 എന്ന് പറയുന്ന അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത്. വേർഡ് 2 എന്ന് പറയുന്ന അറയിൽ കോളേജ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം കോളേജ് എന്ന വേർഡും അതിൻ്റെ കൂടെ ഒരു /0, അതായത് ഒരു നൾ ക്യാരക്ടറും കൂടെ ആയിരിക്കും. അപ്പോൾ ഇതാണ് വേർഡ് 1 എന്ന് പറയുന്ന അറയിലും വേർഡ് 2 എന്ന് പറയുന്ന അറയിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്. വേർഡ് 1-ൽ ബാട്ടം ഹില്ലും പിന്നെ ഒരു സ്പേസും, അതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. വേർഡ് 2-ൽ കോളേജ് എന്ന് പറയുന്ന വേർഡ്, അതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് കരുതുക. ഇവിടെ strcat എന്ന ഫംഗ്ഷൻ എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് വേർഡ് 1, വേർഡ് 2 എന്ന് എഴുതി. ഈ വേർഡ് 1 എന്ന് പറഞ്ഞാൽ ഈ അറയുടെ പേരാണ്. ആദ്യത്തെ അറയുടെ പേര് ഞാൻ വേർഡ് 1 എന്ന് അതോടെ മെൻഷൻ ചെയ്തു, വേർഡ് 2 എന്നും പറഞ്ഞ് ഞാനിവിടെ ഈ അറേ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റും അതിൻ്റെ സൈസും ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് അറയുടെ പേര് മാത്രമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ വേർഡ് 1, വേർഡ് 2 എന്ന് എഴുതി സെമിക്കോളൻ ഇട്ടു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വേർഡ് 2-ൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എന്താണോ അതിനെ വേർഡ് 1-ലുള്ള അവസാനത്തെ എലമെൻറ്റ്സ് ആയിട്ട് അങ്ങ് സ്റ്റോർ ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേർഡ് 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് ഈ രൂപത്തിലായിരിക്കും വരുന്നത്. ഇവിടെ ഈ ബാട്ടൺ ഹിൽ വേർഡ് 1-ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബാട്ടൺ ഹിൽ സ്പേസ് എന്നതാണ്. ആ ബാട്ടൺ ഹിൽ എന്ന ആ സ്ട്രിങ് കഴിഞ്ഞ് സ്പേസും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സായിട്ട് ഈ വേർഡ് 2 എന്ന് പറയുന്ന അറയിൽ സ്റ്റോർ ചെയ്യുന്ന ആ ക്യാരക്ടേഴ്സാണ് ഇവിടെ അങ്ങ് കൊടുത്തിരിക്കുന്നത്. അതായത് കൺകാഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ തമ്മിൽ ജോയിനായി. ഇവിടെ വേർഡ് 1, വേർഡ് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേർഡ് 2-ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് എന്താണോ അത് വേർഡ് 1-ൻ്റെ അവസാനമായിട്ട് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വേർഡ് 2-ൽ കോളേജ് എന്ന് പറയുന്ന സ്ട്രിങ് അതിന് സ്റ്റോർ ചെയ്യുന്നത് അത് എവിടെയാണോ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എവിടെയാണോ ഒരു നൾ ക്യാരക്ടർ വരുന്നത്, ഈ ആദ്യം മെൻഷൻ ചെയ്യുന്ന അറയിൽ എവിടെയാണോ നൾ ക്യാരക്ടർ വരുന്നത് ആ നൾ ക്യാരക്ടറിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ മുതൽ ഈ രണ്ടാമത് മെൻഷൻ ചെയ്യുന്ന അറയിലുള്ള എലമെൻറ്റ്സിനെ അങ്ങ് കോപ്പി ചെയ്ത് വയ്ക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ 11 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലായിരുന്നു ഈ നൾ ക്യാരക്ടർ വന്നത്. അതിനെ റിമൂവ് ചെയ്തിട്ട് ഈ രണ്ടാമത്തെ അറയിലുള്ള സ്ട്രിങ്ങിനെ അവിടെ മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങ് കോപ്പി ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിവിടെ ഈ വേർഡ് 2 കോപ്പി ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കോളേജ് എന്ന വേർഡും പിന്നെ നൾ ക്യാരക്ടറും അതും കൂടെ ചേർത്തായിരിക്കും കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേർഡ് 1 എന്ന് പറയുന്ന അറേ ഈ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബാട്ടൺ ഹിൽ സ്പേസ് പിന്നെ കോളേജ് എന്നുള്ളത്. അങ്ങനെ ഈ രണ്ട് ക്യാരക്ടർ അറയെ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ഇതുണ്ടാക്കാനായിട്ട് ജോയിൻ ചെയ്ത് ഈ ആദ്യത്തെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് പുതിയ ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്യത്തില്ല. നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യുന്ന ക്യാരക്ടർ അറേ എന്താണോ അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും ഇവിടെ ആ സ്ട്രിങ്ങിനെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മോഡിഫിക്കേഷൻ വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ആദ്യം മെൻഷൻ ചെയ്യുന്ന ക്യാരക്ടർ അറേക്കായിരിക്കും മോഡിഫിക്കേഷൻ വരുന്നത്. ഈ രണ്ടാമത്തെ ക്യാരക്ടർ അറേക്ക് യാതൊരു മോഡിഫിക്കേഷൻ വരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ സ്ട്രിങ് ആയിരിക്കും. വേർഡ് 2-ലുള്ള സ്ട്രിങ്ങും കൂടെ വേർഡ് 1-ലോട്ടങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തു. അതേസമയം വേർഡ് 2-ന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. വേർഡ് 2 പ്രിൻ്റ് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈ കോളേജ് എന്ന ഇതായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. വേർഡ് 2-ന് ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് 1 എന്ന് പറയുന്ന ആ ക്യാരക്ടർ അറയിൽ ഇങ്ങനെയായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. വേർഡ് 2-ലുള്ള ക്യാരക്ടേഴ്സും കൂടെ, അതായത് വേർഡ് 2-ലുള്ള സ്ട്രിങ്ങും കൂടെ വേർഡ് 1-ൻ്റെ അവസാനം അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ക്യാരക്ടർ അറയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിനെ മറ്റേ ക്യാരക്ടർ അറയിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്ത് പുതിയൊരു ക്യാരക്ടർ അറേയൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഏറ്റവും ആദ്യം മെൻഷൻ ചെയ്യുന്ന ഈ രണ്ട് ക്യാരക്ടർ അറേന്ന് നമുക്ക് ഈ strcat എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തെ ക്യാരക്ടർ അറേയുടെ അവസാനമായിട്ടാണ് ഈ രണ്ടാമത്തെ ക്യാരക്ടർ അറയിലുള്ള സ്ട്രിങ് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ജോയിൻ ചെയ്ത് ഈ വേർഡ് 1 എന്ന് പറയുന്നത് അതായത് ആദ്യത്തെ അറേ ആയിരിക്കും മോഡിഫൈ ചെയ്യുന്നത്. അതിനെയാണ് മോഡിഫൈ ചെയ്ത് വലിയ അറേ ആയിട്ട് മാറുന്നത്. അതേസമയം വേർഡ് 2-ന് യാതൊരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സാമ്പിൾ ഒരു പ്രോഗ്രാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വെറും സാമ്പിളായിട്ടുള്ളതാണ്, മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഞാനിവിടെ C string എന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഈ strcat എന്ന് പറയുന്ന സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ഞാൻ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ C string എന്ന ഹെഡർ ഫയൽ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് പ്രോഗ്രാം എഴുതുന്നുവെങ്കിൽ നിർബന്ധമായും C string എന്ന ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. എന്നിട്ട് ഞാൻ രണ്ട് ക്യാരക്ടർ അറേസ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. രണ്ടിന് വേർഡ് 1 എന്നും വേർഡ് 2 എന്നുമാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. വേർഡ് 1-ൻ്റെ സൈസ് 15 എന്നും വേർഡ് 2-ൻ്റെ സൈസ് 10 എന്നും ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേർഡ് 1-നെ റോയൽ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് ഞാൻ സ്റ്റോർ ചെയ്യിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, റോയൽ എന്ന് കഴിഞ്ഞിട്ട് ഒരു സ്പേസും കൂടെ ഇവിടെ ഉണ്ട്.
പിന്നെ വേർഡ് ടു എന്ന് പറയുന്ന ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്ന മെക്ക് എന്ന് പറയുന്ന വേർഡാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. STRCAT എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് വേർഡ് 1, വേർഡ് 2 എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്താൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ വേർഡ് 2ൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എന്താണോ അത് വേർഡ് 1ൻ്റെ അവസാനമായിട്ട് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കും. ജോയിൻ ചെയ്ത് അങ്ങ് റൈറ്റ് ചെയ്ത് വയ്ക്കും. അപ്പം വേർഡ് 1 ആണ് സത്യം പറഞ്ഞാൽ വലുതാവുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് വേർഡ് 1ൽ സ്റ്റോർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്താണോ സ്ട്രിങ് എന്താണോ അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയാണ് COUT എന്ന് പറഞ്ഞ് COUT എന്ന് എഴുതി വേർഡ് 1 എന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എൻഡൽ എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വേർഡ് 1 എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇവിടെ റോയൽ മെക്ക് എന്നായിരിക്കും വരുന്നത്. അതായത് ഇവിടെ വേർഡ് 1 എന്ന് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത റോയൽ എന്നാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വേർഡ് 2ൽ സ്റ്റോർ ചെയ്യുന്ന ആ സ്ട്രിങ്ങും കൂടെ ഈ വേർഡ് 1ൻ്റെ അവസാനമായിട്ടങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തു. അതുകൊണ്ടാണ് ഈ വേർഡ് 1 എക്സിക്യൂട്ട് ചെയ്യാൻ വേർഡ് 1 ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയപ്പോൾ റോയൽ മെക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ആയത്. അതേസമയം വേർഡ് 2 ആണ് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല, മെക്ക് എന്ന് തന്നെയായിരിക്കും ഡിസ്പ്ലേ ആയി വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വേർഡ് 2 എന്ന് പറയുന്ന ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എന്താണോ അത് ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അറേൻ്റെ ബാക്കിയായിട്ട്, അതായത് അവസാനത്തെ എലമെൻറ്റ്സ് ആയിട്ട് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് ഈ STRCAT കൺകാഗ്നേറ്റ് എന്ന് പറയുന്ന സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത 2 സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.